ചാലിയാർ തീരത്തെ പുതിയ ടൂറിസം പദ്ധതി പ്രദേശം താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ സന്ദർശിച്ചു. വനംവകുപ്പ് പീഡിയപ്പാറ സെക്ഷൻ ഓഫീസർ കെ സജികുമാർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദർശനം. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽപ്പെട്ട ചാലിയാർ തീരത്തെ വനഭൂമി പ്രയോജനപ്പെടുത്തി പുതിയ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാവാനാണ് വഴി തെളിയുന്നത്. കഴിഞ്ഞ ദിവസം വനംവകുപ്പ് പീഡിയപ്പാറ സെക്ഷൻ ഓഫീസർ കെ സജികുമാർ സ്ഥലം സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രേം ഷമീർ ചാലിയാർ തീരത്ത് പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കൊപ്പമായിരുന്നു പരിശോധന. വനംഭൂമി തരം മാറ്റുകയോ മരങ്ങൾ മുറിച്ചു മാറ്റുകയോ ചെയ്യാതെ പ്രകൃതി സൗഹൃദമായ ടൂറിസം പദ്ധതിയാണ് ലക്ഷ്യമെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു. പൊതുജനങ്ങൾക്ക് വനഭൂമി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയും പദ്ധതിയുടെ ലക്ഷ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കൊടിയത്തൂർ പഞ്ചായത്തിൽ നിന്ന് ഇവിടെ ഒരു ടൂറിസം ഒരു പാർക്ക് പോലുള്ള ഒരു സംവിധാനം വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഇവർ അപേക്ഷ സമർപ്പിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റേഞ്ചിൽ വന്നിരുന്നു, കണ്ടിരുന്നു. അപ്പോൾ ആ സ്ഥലം ഒന്ന് കാണാനും മേലധികാരത്തിലേക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ വനഭൂമി തരം മാറ്റുകയോ മരം മുറിക്കുകയോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇതും നടക്കുന്നില്ല. പക്ഷേ ഒരു പൊതുജനങ്ങളിലേക്ക് ഒരു വനത്തിൻ്റെ ആവശ്യകത, ഒരു വനഭൂമി സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകത ഒക്കെ മുൻനിർത്തി കാണിക്കാനുള്ള ഒരു പ്രപ്പോസൽ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിനെടുത്തിട്ടുള്ളത്. ചെറുവാടി കടവിൽ ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന 1 ഏക്കറോളം വനഭൂമിയും സമീപത്തെ പുറമ്പോക്ക് ഭൂമിയും പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതിക്ക് ശ്രമം നടക്കുന്നത്. വാർഡ് മെമ്പർ എസ് നാസർ DFOയുമായി വിഷയം സംസാരിക്കുകയും DFO സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രയോജനപ്രദമായ ഒരു പാർക്കാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവായി മാറും. നിലവിൽ വർഷത്തിലൊരിക്കൽ ചാലിയാർ ജലോത്സവം നടക്കുന്ന പ്രദേശത്ത് ഈ സമയത്ത് മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് എത്തിപ്പെടാറുള്ളത്. രാവിലെയും വൈകുന്നേരവും ചാലിയാറിൻ്റെ മനോഹാരിത കാണാനായും നിരവധി പേർ എത്തിപ്പെടാറുണ്ട്. ഈ സാധ്യതയെല്ലാം മുന്നിൽ കണ്ടാണ് ടൂറിസം പദ്ധതിക്ക് ശ്രമം നടക്കുന്നത്. പദ്ധതി പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിനൊപ്പം പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധ ശല്യത്തിനും ഒരു പരിധിവരെ പരിഹാരമാവും. വനം വകുപ്പ് റേഞ്ച് ഓഫീസർക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കസ്ന ഹമീദ്, വാർഡ് മെമ്പർ എസ് നാസർ, പഞ്ചായത്ത് അംഗങ്ങളായ KV നിയാസ്, മുഹമ്മദ് യൂസഫ്, പഞ്ചായത്ത് സെക്രട്ടറി OA അൻസു, നാട്ടുകാരായ KV അബ്ദുസലാം, കണ്ണൻ ചെറുവാടി, PC മൊയ്തീൻകുട്ടി, N മുഹമ്മദ്, S മൻസൂർ, V നിയാസ്, ഷെരീഫ്, മൊയ്തീൻ പുത്തലത്ത്, അസീസ് പുത്തലത്ത് എന്നിവരും പങ്കെടുത്തു. ക്യാമറ പേഴ്സൺ റഫീഖ് തോട്ടുമുക്കത്തിനൊപ്പം C ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.